ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ലവ് ഇൻ ദ ഡാർക്കസ്റ്റ് പ്ലേസ് അല്ലേ? പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല, ഏത് പ്രശ്നം വന്നാലും നമ്മൾ പ്രേമിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കേൾക്കാനൊക്കെ ഒരു സുഖമുള്ളൊരു കാര്യമുണ്ട്. 2024 ഒരു 6 എപ്പിസോഡ് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ദ ടാറ്റൂയിസ്റ്റ് ഓഫ് ഓഷ്വിറ്റ്സ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിനെ കുറിച്ച് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്, ആ റിഫറൻസ് തന്നത്. ഭയങ്കര രസകരമായിട്ടൊരു പ്ലോട്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രണയമാണ് അതിന്. എനിക്ക് സാധാരണ പ്രണയങ്ങൾ റൊമാൻറ്റിക് മൂവീസ് ഒന്നും ഭയങ്കര അതായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നൊരു സാധനമല്ല. പക്ഷേ ഇത് ആ സാധാരണ നമ്മൾ കണ്ടുവരുന്ന റൊമാൻസ് പോലെയൊന്നുമല്ല. 1942 അത് ജൂവിഷ് ഹോളോകാസ്റ്റ് സർവൈവറിൻ്റെ 2 പേരുടെ സ്റ്റോറിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് താലി ഷലോം എന്ന് പറഞ്ഞ ഒരു യങ് ഡയറക്ടറാണ്. നമ്മുടെ ഹാൻസ് സിമ്മറാണ് ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ലാലി സൊക്കൊലോവ് എന്ന് പറയുന്ന ഒരാളും ഗീത ഫർമാൻ എന്ന് പറയുന്ന ഒരു ലേഡിയും. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഹിറ്റ്ലറിൻ്റെ കാലത്ത്, വേൾഡ് വാർ 2 സമയത്ത് ഹിറ്റ്ലറിൻ്റെ കാലത്ത് അവരുടെ ഒരു അതിന് പറയുള്ളൂ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടല്ലോ, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ഇവർ പരിചയപ്പെടുന്നു. പിന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾ എൻ്റെ മോനെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഇമാജിൻ റൊമാൻസ് ഹാപ്പനിങ് ഇൻസൈഡ് ജൂവിഷ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓഫ് അണ്ടർ ഹിറ്റ്ലർ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു പരിപാടി നടക്കുന്ന ആലോചിച്ച് നോക്കണം. ഈ പുള്ളിയുടെ പേര് ഇങ്ങനെ വരാൻ കാരണം പുള്ളി മറ്റൊരു ജോലിക്ക് പോവുകയും ഹി എൻഡഡ് അപ്പ് ഇൻ ബീങ് എ ടാറ്റൂയിസ്റ്റ്. ടാറ്റൂയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആൾക്കാരുടെ പേരുകളൊന്നും അറിയില്ല, എല്ലാവർക്കും ഒരു നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ നമ്പർ ഇട്ട് കൊടുക്കുന്നത്, ടാറ്റൂ ചെയ്ത് കൊടുക്കുന്നത്, ടാറ്റൂ ആണ് അവരുടെ നമ്പർ, അല്ലെങ്കിൽ ആ നമ്പറാണ് അവരുടെ പേര്, അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് വളരെ ഇമോഷണൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടെൻഷനൊക്കെ തരുന്ന ഭയങ്കര രസകരമായിട്ടുള്ളൊരു മൂവിയാണ് ഇത്. ഇത് സെയിം ദ ടാറ്റൂയിസ്റ്റ് ഓഫ് ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന സെയിം പേരുള്ള ഹീഥർ മോറിസ് എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. പുള്ളിക്കാരത്തേക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സീരീസ്. ഇഫ് യു ഹാവ് വാച്ച്ഡ് ഇറ്റ്, it's a drama series. If you have watched it, let me know under the comment section. I give totally 4.7 for the Tattooist of Auschwitz, and let me know under the comment section if you have seen it. Thank you so very much.